വെള്ളം വിടേണ്ട ആളാണ്. ഇപ്പൊ ഫുള്ള് വെള്ളം വിടലാണ്. വണ്ടി വെള്ളം അടിക്കലും വെള്ളം വിടലാണ്. ഇപ്പോ ഒരൊറ്റ വണ്ടിയില്ലാണ്, ഒരൊറ്റ വണ്ടിയില്ല. ഞാൻ ഫസ്റ്റ് ഗ്യാപ്പിൽ കൊണ്ടുവന്ന നിർത്തുവാണ്. മോനെ ആന കൊണ്ടാക്കണമെങ്കിൽ ഉണ്ടാവും. ഞാൻ നീച്ചു അറിയില്ല. ഹായ് 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 എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു കണ്ണാടിയിലെ തുടക്കമായിക്കോട്ടെ അല്ലേ. ഒരു കണ്ണാടി തുടക്കം സ്പ്രേ അടിക്കാൻ വേണ്ടി മറന്നു. ഈ ശീലം നമുക്കില്ലാത്തതാണ്. ഇതൊക്കെ ശീലിച്ചു വരുമോ? നല്ല അഭിപ്രായമാണ് ഇതിൻ്റെ സ്മെല്ലിന്. നല്ല അഭിപ്രായം. അതുപോലെ തന്നെ അത് നമ്മളുടെ ഷർഫൊക്കെ ഉണ്ടെന്നാണ്. ഇത് ഞാൻ ഇന്നലെ അടിച്ചു പോയത്. ഇതും തന്നെ ഒരുത്തനെല്ലാം പറ്റിയിരിക്കണം. ഇത് എവിടുന്നാണ് വാങ്ങിയത് എന്നൊക്കെ ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞുതരാൻ വേണ്ടി പറ്റാത്ത സാധനമാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് 1, 2, 3 ഇതൊന്നും ഞാൻ വാങ്ങിയതല്ല. പിന്നെ ചായ ഉണ്ട്, ചായ കുടിക്കുള്ള പരിപാടിയാണ്. ചായക്ക് ഇന്ന് പഴമാണ് കേട്ടോ. ചിന്നു പറയാം നിങ്ങൾ നല്ല കടി ഉണ്ടാക്കണം, നിങ്ങൾ വീഡിയോ എടുക്കില്ല, ഇന്ന് നിങ്ങൾ വീഡിയോ എടുക്കുകയാണ് എന്നുള്ളത്. എന്താ പറയുക? ആര്യമോളുണ്ട് ചായ കുടിച്ചിരുന്നല്ലേ. എന്താ ചായക്കടി? പഴം. പഴം പുഴുങ്ങിയത്. ഞങ്ങളുടെ നാട്ടിൽ പിഴിങ്ങിയതെന്നും പറയും കേട്ടോ. പിന്നെ അമ്മ തൊഴിലുറപ്പിന് പോണ്. കുക്കുവിൻ്റെ അമ്മ ഉണ്ട് ഇവിടെ. കുക്കുവിൻ്റെ അമ്മ മുറുക്കാനുള്ള പരിപാടിയിലാണ് രാവിലെ തന്നെ. അതൊന്നും പറഞ്ഞു കൊടുക്കണ്ട. അതിലൊക്കെ അങ്ങനെ വിട്ടാൽ മതിയോ അല്ലേ? തൂഫാനാണെന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ലല്ലോ. എന്താ ചെയ്യുക. ഏതായാലും വണ്ടിക്ക് മാറ്റിടാനുള്ള പരിപാടിയാണ് ഞാൻ. വണ്ടിക്ക് മാറ്റിടണം ഇന്നത്തെ ദിവസം. ഉക്കുവിനെ അങ്ങോട്ട് വീട്ടിൽ തന്നെ അല്ലാതെ പോകാൻ വേണ്ടി പറ്റാത്ത തിരക്കുണ്ട്. ഞാനെന്തായാലും ഇറങ്ങാം 9 ആകാനായി. അപ്പോൾ കേട്ടോ ഒരു ഉമ്മ അടാ കണ്ടങ്ങൾ ഉമ്മയാണത് പറഞ്ഞത്. അങ്ങനെ പോയോ. ടാറ്റാ ബൈ ബൈ. അപ്പൊ എന്നാ വീട്ടിൽ നിന്ന് ഇറങ്ങാം കേട്ടാ. വീട്ടിൽ നിന്ന് ചെറിയ രീതിയിൽ അങ്ങോട്ട് ഇറങ്ങാം. ഓൻ്റെ മക്കളെ കൊള്ളാം, സൂപ്പറായില്ലേ. ഇവിടെ കുട്ടികൾ സ്കൂൾ വണ്ടി കാത്തു നിൽക്കുകയാണെന്ന് തോന്നുന്നു. ഏട്ടൻ്റെ കുട്ടികളാണ്. ഒരാടെ ഒന്നോട്ടെ. ഞാനിപ്പോ ഇന്ന് ഇറങ്ങുന്ന സമയം എന്ന് പറയുന്നത് 8:55, 54 ഒരു നേരം വരെ ഇവിടെ എത്തിയപ്പോഴാണ്. റോട്ടിലൊന്നും വെള്ളമൊന്നും കൂടിയിട്ടില്ല. മാത്രം വലിയ മഴ ഉണ്ടായിട്ടില്ലേ. അങ്ങനെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയൊക്കെ കാണാം. കളറാ കുടകൾ. അടിപൊളിയല്ലേ, കൊള്ളാം. പിന്നെ പാടത്ത് പണി തുടങ്ങിയിട്ടുണ്ട്. അടുത്ത കൃഷി ഇറക്കാനുള്ള രീതിക്കുള്ള ചെറുകിട പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചങ്ങന്മാരെ സമയം 9:45 നാട്ടിലേക്കായിരുന്നു ആദ്യത്തെ ട്രിപ്പ് ഇട്ടാ. അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ടും കിട്ടി 30 രൂപ. അതും കഴിഞ്ഞ് ടൗണിലേക്ക് പോവാണ്. പിന്നെ മഴയുള്ള ദിവസമാണ്, മഴയാണ് ഫുള്ളായിട്ട്. അപ്പൊ അവിടെ ടൗണിൽ ഇരുന്നപ്പോഴൊക്കെ മഴയാണ്. ഇപ്പൊ റോട്ടിലെ വെള്ളമൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഇന്നലെ ഒന്നും വല്ലാതെ മഴ പെയ്തിട്ടില്ല. പക്ഷെ ഇന്ന് രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ചെറിയൊരു ആശ്വാസമുണ്ട്. പെയ്യും, മൂടിക്കെട്ടിയുള്ള കാലാവസ്ഥയാണ്. ചാറി ചാറി പെയ്തുകൊണ്ടൊക്കെ തന്നെയാണ്. എങ്കിൽ വലിയ രീതിയിൽ പെയ്യില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. നോക്കാം നമുക്ക്. മഴ പെയ്താല് വലിയ മഴ പെയ്താൽ ഓട്ടം ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ടൗണിൽ ഇന്ന് നല്ല ബ്ലോക്കും ഉണ്ട് കേട്ടോ. അത് മഴയായിട്ട് സെൻട്രലിൽ ഞാൻ ആരും ഇല്ല നിയന്ത്രിക്കാൻ. നല്ല ബ്ലോക്കും ഉണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പോഴുണ്ട്. ഇത് തിരക്കുള്ള ദിവസമാണ്. മഴ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും വണ്ടിയായിട്ട് ഇറങ്ങുകയും അപ്പൊ പിന്നെ എന്താ പറയാ, ബ്ലോക്ക് വരും. അധികവും കാറുകളായിരിക്കും. അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. ഈ ലെഫ്റ്റ് സൈഡ് കയറി കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റാൻഡാട്ടാ. സ്റ്റാൻഡിലേക്ക് കയറാൻ സുഖമാണ്. അപ്പൊ ഒറ്റ വണ്ടിയില്ല ലൈനില്. ഒരൊറ്റ വണ്ടിയില്ല. ഞാൻ ഫസ്റ്റ് ഗ്യാപ്പിൽ കൊണ്ടുവന്നത് നിർത്തുവാണ്. എവിടേക്ക് എല്ലാവർക്കും പോയെ. പക്ഷെ അവിടെ ഒന്നും ആരും കാണാനൊന്നുമില്ല, ട്രിപ്പാരൊന്നുമില്ല. എന്തായാലും ഇവിടെ ഇരിക്കേണ്ടി തന്നെ. ഞാനേ ഫസ്റ്റ് ഗ്യാപ്പിൽ വന്നപ്പോഴേക്ക് ഒരു ലോക്കൽ കിട്ടി. അതായത് ടൗണിൽ നിന്ന് വെറും 1/2 കിലോമീറ്റർ ദൂരത്തേക്ക്. അത് ബ്ലോക്കിൽ നിന്ന് 15 മിനിറ്റോളം കഴിഞ്ഞിട്ടാണ് ആ ട്രിപ്പ് അവസാനിക്കണം. എനിക്കൊരു 3-4 മിനിറ്റ്, 5 മിനിറ്റ് മാക്സിമം. അതുകൊണ്ട് അവസാനിക്കുന്ന ട്രിപ്പ് എനിക്ക് ടൗണിലെ ബ്ലോക്ക് കൊണ്ട് അവസാനിച്ച് 10-15 മിനിറ്റ് കണ്ടാ ബ്ലോക്കാണ്.
ഇവിടുന്ന് ഒരു 100-150 മീറ്ററോളൊക്കെ ബ്ലോക്ക് ഉണ്ടാവും. 100 മീറ്റർ അല്ലേ, 100 മീറ്ററൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ എന്നാ തോന്നുന്നു. സ്റ്റാൻഡിൽ കയറണമെങ്കിൽ എവിടെ വണ്ടി കിടക്കണാവും, എങ്ങനെ കയറുക ഇത്? ആരും മര്യാദക്ക് ചവിട്ടി കൂടി കയറില്ല. അതായത് കുറച്ചും കൂടി ബാക്കിൽ പോയിട്ട് അങ്ങനെ പോവാം. ഇവിടെ കയറാം. ഇപ്പൊ നമ്മൾ ആരും ശല്യം ചെയ്യാതെ കയറുന്നതാണ് ഇങ്ങനെ കേട്ടോ, നമ്മൾ ഗ്യാപ്പ് കിട്ടോളം. ഇപ്പൊ കാറുകളുണ്ട് ലൈനില്. ഇപ്പൊ ഇത്തരം ബ്ലോക്ക് ഒക്കെ ആകുമ്പോ ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ വണ്ടികൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ വലിയ ബുദ്ധിമുട്ടാ. നമുക്കിനി സ്റ്റാൻഡിന്റെ ബാക്കിൽ, ഓട്ടോകളുടെ ബാക്കിൽ കൊണ്ടുപോയി ലൈനിൽ ബാക്കിൽ കൊണ്ടുപോയി ഇടണമെങ്കിൽ വണ്ടികൾ ഉണ്ടാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊക്കെ ലൈനിൽ കിടക്കണ വണ്ടിയാണ്, ഇതല്ല കേട്ടോ, ഇതിന്റെ മുന്നത്തെ വണ്ടിയൊക്കെ. ആ വണ്ടി പോയി. ഞങ്ങൾ ശരിക്കും ഇങ്ങനെ ബ്ലോക്ക് ആണെങ്കിൽ ഞങ്ങൾ ഓട്ടോറിക്ഷ പോലും ലൈനിലിട്ട് പോകില്ല, മറിച്ചിടാനുള്ള ബുദ്ധിമുട്ടേ. അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോറിക്ഷ പോലും ലൈനിലിടാതെയാണ് പോവുക. ചങ്ങന്മാരെ, ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് നമ്മൾക്ക്. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 10:58, 10:58 ആയിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ ട്രിപ്പ് അത് ഓടുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മ വരുന്നില്ല. ഏതായാലും ഞാനിപ്പോ പോകുന്നത് വാളോറങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്ത്, വാളോറങ്ങൽ. അപ്പൊ ഈ വാളോറങ്ങൽ വണ്ടൂർ ടൗണിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ, 4-4.5 കിലോമീറ്റർ അകലെയാണുള്ളത്. അപ്പൊ ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. സ്കൂളുണ്ട് ഇവിടെ, അപ്പൊ പിള്ളേരുണ്ടാവും, ശ്രദ്ധിക്കണം. അങ്ങനെയെങ്കിലും ഞാൻ വാളോറങ്ങൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ചെറുകോട്, ചുള്ളി ആ ഒരു ഭാഗത്തേക്കൊക്കെ തിരിയുക. ആ ഒരു ഭാഗത്തേക്ക് ചെറുകോട്, ചുള്ളി എന്നൊക്കെ പറയണം. ഇവിടുത്തെ ഓരോ ചെറിയ ചെറിയ സ്ഥലപ്പേരുകളാണ്. ഞാൻ കമന്റിൽ ശ്രദ്ധിച്ചായിരുന്നു, സ്ഥലങ്ങൾ പേര് പറയണം, അപ്പോഴാണ് ഇതിന്റെ രസം കിട്ടണമെന്ന്. അപ്പൊ ഇതാണ് വാളോറങ്ങൽ എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. അപ്പൊ ഇവിടെ എത്തിയിട്ട് ലെഫ്റ്റ് സൈഡിൽ രണ്ടാമത്തെ വീട് എന്നാ പറഞ്ഞത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒന്നാമത്തെ വീട് ഈ ഓടിട്ട വീടാണ്, രണ്ടാമത്തെ വീട് അതിൻ്റെ ഉള്ളിലാ അതോ ഈ വീടാ? നമുക്കൊന്ന് ജസ്റ്റ് ഇവിടുന്ന് വിളിക്കാം, വിളിച്ചിട്ട് ചോദിച്ചു നോക്കാം എവിടെയാണെന്നുള്ളത്. ഇത് കുറച്ച് വെയിറ്റ് കേട്ടാ, ഇത് കുറച്ച് വെയിറ്റ് ഉണ്ട്. വാടക ഓന് ഇങ്ങോട്ട് ചോദിക്കാനാ പറഞ്ഞേ, ഇവിടെ ചോദിക്കാനാ പറഞ്ഞത്. 90 രൂപയാണ് വരുന്നത്. 4 കിലോമീറ്റർ ആണ് ഇവിടേക്ക് വരുന്ന ദൂരം എന്ന് പറയുന്നത്. അപ്പൊ അവരെ പൈസ തന്നില്ല, എനിക്ക് വാടക കിട്ടിയില്ല. അവരെന്റെ സ്കാനർ വാങ്ങിയിട്ടുണ്ട്, ഒരു അക്കൗണ്ടിലേക്ക് വിടാന്നാണ് പറഞ്ഞത്. ഇത് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, വണ്ടൂർ ടൗണിൽ നിന്ന് നമുക്കത് കിട്ടും, അതെന്തായാലും കിട്ടും. അത് ഇപ്പൊ ഇവിടെ ഇവര് പണിക്കാരാണ്, അപ്പൊ അതുകൊണ്ടായിരിക്കാം എന്തായാലും അതങ്ങനെ. അപ്പൊ വാളോറങ്ങിൽ നിന്ന് ഞാൻ തിരിച്ച് വണ്ടൂരിലേക്ക് പൊക്കോണ്ടിരിക്കുവാണ്. ഇനിയിപ്പോ ഈ 4 കിലോമീറ്റർ നമ്മൾ റിട്ടേൺ തന്നെ പോകണം. ഇപ്പൊ ഇതിന്റെ മുമ്പ് ഞാനിത് ഒരുപാട് വട്ടം പറഞ്ഞ് നിർത്തിയ സംഭവമാണ്, പറഞ്ഞ കാര്യമാണ്. അതായത് ഈ വാടകന്റെ സംഭവം, ഇത് ഞങ്ങൾക്ക് ഇവിടെ ഈ കോർപ്പറേഷനുകൾ ഒഴികെ, അതായത് കണ്ണൂര്, കോട്ടയം, അങ്ങനെ വലിയ വലിയ കോർപ്പറേഷനുകൾ ഒഴികെ ബാക്കി വരുന്ന ഏരിയകളിലൊക്കെ കിലോമീറ്റർ 22.50 വാടക. അല്ലാത്തവർക്കൊക്കെ കിലോമീറ്ററിന് 15 രൂപയാണ് വാടക. അപ്പൊ നിങ്ങൾ ഈ 4 കിലോമീറ്റർ ഞാൻ വരുമ്പോഴേക്ക് 15 എന്ന് പറയുമ്പോൾ 60 രൂപ നിങ്ങൾ കണക്ക് കൂട്ടുക. മിനിമം ചാർജ് കഴിഞ്ഞാൽ 60 രൂപ വരുള്ളല്ലോ. പക്ഷേങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ 22.50. ഇനി അതും പോരാത്തതുകൊണ്ട് ഈ 15 രൂപ എന്ന് പറഞ്ഞല്ലോ, ഈ 15 രൂപ ഉള്ള സ്ഥലങ്ങളിൽ ശരിക്കും ഓട്ടോക്കാർ മേടിക്കുന്നത് കിലോമീറ്ററിന് 30 രൂപയാണ്. അതിനവർ പറയുന്നത് ഞങ്ങൾക്ക് പോയിട്ട് തിരിച്ച് വരണ്ടേ എന്നുള്ളതാണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വരണ്ടേ. അവിടെ അവന് അപ്പ് ആൻഡ് ഡൗൺ ഇല്ല എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഇവിടെ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്, കിലോമീറ്റർ 30 രൂപ. ഇപ്പോൾ അവിടെ പോയിട്ട് ഇങ്ങനെ വരുമ്പോഴേക്കും 30 രൂപയാണ് മേടിക്കുക. ഞങ്ങൾക്ക് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്, അവർ അപ്പ് ആൻഡ് ഡൗൺ മേടിക്കാറില്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ വെയിറ്റിംഗ് ഒക്കെ വല്ലാതെ മേടിക്കാറില്ല എന്നൊക്കെയാണ് പറയല്. എന്തൊക്കെ അറിയില്ല എൻ്റെ സത്യാവസ്ഥ. അവിടെ നമുക്കുള്ള ഒരു ഓട്ടോ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു അറിവാണ് ഞാൻ ഈ പറഞ്ഞത്. എന്തൊക്കെയാണ് ഞങ്ങളുടെ വാടക ഇങ്ങനെയാണ്, മനസ്സിലായില്ലേ? ഇത് എൻ്റെ ഈ ഒരു വണ്ടൂർ ടൗണിലുള്ള വാടകയല്ല, നിലമ്പൂർ, വണ്ടൂർ, മഞ്ചേരി, പെരിന്തൽമണ്ണ, പാണ്ടിക്കാട്, എൻ്റെ തൊട്ടടുത്തുള്ള വലിയ വലിയ ടൗണുകളാണ് ഞാൻ ഈ പറയുന്നത്. ഇത്തരം ടൗണുകളിലൊക്കെ ഈ ലെവലിൽ തന്നെ ആയിരിക്കും. സ്റ്റാൻഡിലേക്ക് ഒന്ന് കയറിയല്ലോ, അതായത് ബസ് സ്റ്റാൻഡിനകത്ത് ആളുകളുണ്ടോ, എന്തൊക്കെയാണ് ബസ് സ്റ്റാൻഡിനകത്തെ കാഴ്ചകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് പോവാം. വെള്ളം തെറിക്കിട്ടാ അരുക്കുന്നാളെ ബസ്സുകളിൽ നിന്ന് ആളുകൾ ഇറങ്ങുന്നു, ആളുകൾ അവരുടെ ലഗേജുകൾ ഇറക്കുന്നു. ഒരു പാലും വണ്ടിയുടെ പാലിറക്കുന്നു, പാലും വണ്ടിയിൽ നിന്നും പാലിറക്കുന്നു. വണ്ടി ഇറക്കില്ല, വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു. ബസ്സുകൾ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ചേക്കേറുന്നു. അങ്ങനെയുള്ള പരിപാടികളൊക്കെ അതൊക്കെ തന്നെ ഉള്ളു സ്റ്റാൻഡിലെ കാഴ്ച എന്ന് പറയുന്നത്. ഞാനിപ്പോൾ എൻ്റെ നാട്ടിലൊരു ഏട്ടനെയാണ് കൊണ്ടുവന്നിട്ടത്.
അപ്പൊ മൂപ്പര് ഈ കരിങ്കലിന്റെ പടുവാ. ഇപ്പൊ കോറിയൊന്നുമില്ലല്ലോ, ഓണാവാറായി. എല്ലാ ഓണാവുമ്പോഴും ഇതേമാതിരി തന്നെ, പണി ഉണ്ടാവില്ല. അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയല്ലേ, ഒരു ആഘോഷം വരുമ്പോ അന്ന് പണിയില്ലാതെ ബുദ്ധിമുട്ടാന്നൊക്കെ പറഞ്ഞാല്. സ്റ്റാൻഡില് വണ്ടികൾ കുറവാട്ടാ. എന്നാ പറ്റിയടാ, എന്നാ പറ്റി, എന്നാ പറ്റിയത്? അപ്പൊ നമ്മളെ ബാക്കിൽ കാറുണ്ട്. വാവ്, അടിപൊളിയാട്ടോ ആള്. ഞാൻ ആ ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം ഞാൻ ആള് പോവാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് വെയിറ്റ് ചെയ്ത്. ഇൻഡിക്കേറ്റർ റൈറ്റിലേക്ക് ഇട്ടിട്ട് പിന്നെ ആള് വണ്ടി സ്ലോ ആയി എന്റെ ബാക്കിൽ തന്നെ. ഞാൻ ഏത് നിമിഷം തിരിയാം. ഞങ്ങളുടെ ഫസ്റ്റ് ഗ്യാപ്പിലാണ്. അപ്പോൾ വേറൊരു സംഭവം ഉണ്ട്. ഞാനിപ്പോ ആഗ്രഹിക്കുന്ന ട്രിപ്പ് എന്ന് പറയുന്നത് എന്റെ നാട്ടിലേക്കാണ്. അത് ആഗ്രഹിക്കാനുള്ള കാരണം, നാട്ടിൽ നിന്ന് ഇങ്ങോട്ടൊരു ലോക്കലുണ്ട് 12:30. 12:30 ഇങ്ങോട്ടൊരു ലോക്കലുണ്ടെങ്കിൽ അത് എടുക്കണമെങ്കിൽ അവിടെ ആ നേരം നമുക്ക് എത്തണ്ടേ. വേറെ എവിടേക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് പോവാക്കാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ ലൈനിലെ നമ്മുടെ ഓട്ടോ സുഹൃത്തിന്റെ വീട്ടിലേക്കാണ്. അവന്റെ വൈഫിനെ ഇവിടെ കൊണ്ടുവന്ന് വിടാം ബാങ്കിലൊക്കെ. അപ്പൊ ഞാൻ എന്റെ നാട്ടിലത്തെ ആരെങ്കിലും ഒരാൾ എന്നെ ഒന്ന് കൊണ്ടുപോയിക്കണെങ്കിൽ എന്റെ നാട്ടിലേക്ക്. ഇനിയിപ്പോ ഞാൻ ഈ നാട്ടിലേക്കാണ് ആഗ്രഹിച്ചത്. ഇത് ഇന്നാള് പറഞ്ഞ പോലെ ഞാൻ നാട്ടിലേക്കാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ എനിക്ക് വേറെ എവിടേക്കെങ്കിലും ആവും കിട്ടുക, അത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാവും കിട്ടുക. ഈ ഭാഗത്തേക്ക് ബാക്ക് സൈഡിക്ക് ഇനിയിപ്പോ ഒരു 2 കിലോമീറ്റർ ദൂരത്തേക്ക് പോയാലും പ്രശ്നമല്ല. അത് നാടുമായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും, വഴികളുണ്ട്. പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ വേണ്ടി പറ്റില്ല. ഞാൻ പോയ മാതിരി തിരിച്ചു പോരണം. അങ്ങനെ ഒരു സംഭവം ഇനി എവിടേക്കാ കിട്ടുക എന്നുള്ള നമുക്ക് നോക്കാം. അവിടെ ആളോ നിൽക്കുകയാണ്, അവിടെ ആ ഭാഗത്ത് ആൾക്കാരൊന്നും ഇല്ല. ഏതായാലും ഇവിടെ എത്തിയിട്ടാണ് ഇപ്പൊ ഫോൺ ട്രിപ്പ് വന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കല്ല, പക്ഷെങ്കിൽ ഇവിടെ ട്രിപ്പ് ഉണ്ട്. ഞാൻ വേറെ ട്രിപ്പില്ല. അല്ല, ഞാൻ വേറെ ട്രിപ്പ് ഉണ്ട്. നെക്സ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളവിടെ കുറ്റിക്കാക്കി തരണോ? കുറ്റിക്കാക്കി തരണോ? കുറ്റിക്കാക്കി തരണോ? അവിടുന്ന് വേറെ വണ്ടി പോയിക്കോളി. ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം, നമുക്ക് അതിന് വാടക ഒന്നും വേണ്ട. ഞാൻ അവരെടുത്തിട്ട് ആരോ കൈ കാണിച്ചു, ഞാൻ അവരെടുത്തിട്ട് എന്താ പറയാ, വണ്ടി കിട്ടുന്ന ഒരു ഏരിയയിൽ ഇറക്കി പോന്നിട്ടുണ്ട്. വണ്ടി കിട്ടാറുള്ള ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട് ഇവിടെ, അവിടെ ഇറക്കി പോന്നിട്ടുണ്ട്. അപ്പോ എന്താ പറയാ, നമ്മൾക്ക് ഇനി ടൈമില്ല എന്ന് പറഞ്ഞാൽ 30 12:30 എത്താൻ വേണ്ടി പറഞ്ഞു. കറക്റ്റ് 12:30 ഇവിടുന്ന് എന്തായാലും 2 മിനിറ്റ് റണ്ണിങ് ഉണ്ടാവും. കാരണം റോഡ് മോശമാണ് ഈ റോഡ്. പ്രശ്നമല്ല, 2 മിനിറ്റ് 5 മിനിറ്റ് ആയാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നെ കാത്ത അവര് നിൽക്കണ്ടേ, അത് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണല്ലോ. ഞാൻ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് പോലെയല്ല എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറയുമ്പോഴേക്ക്. അപ്പൊ അതാണൊരു ബുദ്ധിമുട്ട്. എന്തായാലും മാക്സിമം പറ്റണമാതിരി ഞാൻ പെട്ടെന്ന് പോയി നോക്കാം. പക്ഷെ എങ്ങനെയും കഴിയില്ല. ഇനി കണ്ടോളി ഈ റോഡിന്റെ ഒരു അവസ്ഥ. ഇവിടെ ചവിട്ടണം, ഇവിടെ കയറുകയും ചെയ്യണം. ഇവിടെ കുണ്ടും കുഴികളും തുടങ്ങി. ഇവിടെയൊക്കെ ചവിട്ടി ഇറക്കിയിട്ടേ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. അടുത്ത കുണ്ടും കുഴിയും ഇതൊക്കെ ചവിട്ടി ഇറക്കി ഗിയർ ചേഞ്ച് ചെയ്ത് അങ്ങനെ പറ്റുള്ളൂ. ഞാൻ അതത് കഴിഞ്ഞാൽ അടുത്തതാണ്ട് ഇവിടെ ഇതും അതേപോലെയൊക്കെ ചെയ്ത് ഗിയറൊക്കെ ചേഞ്ച് ആക്കി. ഇനി ഇതും കഴിഞ്ഞതിന്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് അപ്പുറത്ത് വളവിലുണ്ട്. ഏതായാലും അവിടെ എത്തട്ടെ, അവരെ കൊണ്ടേ ഇറക്കട്ടെ കേട്ടാ. ചെങ്ങായിമാരെ, ആ ടാസ്ക് കഴിഞ്ഞു. രണ്ടാമത്തെ ടാസ്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക്. രണ്ടാമത്തെ ടാസ്ക് എന്താന്ന് വെച്ചാല്, ഒരാളുടെ വീട്ടിലേക്ക് ഒരു സാധനം കൊണ്ടു കൊടുക്കണം. ആ സാധനം എനിക്ക് വണ്ടൂർ ടൗണിൽ നിന്ന് നമ്മളെ അറിയുന്ന ഒരു നമ്മളെ തൊട്ടടുത്തുള്ള ഒരു എന്താ പറയാ, മലഞ്ചരക്കിന് കട ഉണ്ടല്ലോ, നമ്മൾ വാഴക്കൊലയൊക്കെ തൂക്കിയിട്ടിട്ടുള്ള. അപ്പൊ അവിടുന്ന് ഒരു കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ അതെടുത്തിട്ട് ഒരു സ്ഥലവും വീടും പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ വണ്ടൂർ ടൗണിലാണ്. ഇവിടുന്ന് കാരക്കാപ്പറമ്പ് റോഡ്, അതായത് കൂലിക്കാട്ടുപടി എത്തിയിട്ട് അവിടുന്ന് തിരിഞ്ഞ് കാരക്കാപ്പറമ്പ് റോഡ് കയറിയിട്ട് അവിടെ കാരക്കാപ്പറമ്പ് എത്തുന്നതിന് മുമ്പ് ഒരു പാടം ഉണ്ടാവും. ആ പാടം കഴിഞ്ഞ ഉടനെ ലെഫ്റ്റ് സൈഡിലുള്ള മതില് കെട്ടി ഗേറ്റ് കെട്ടിയ വീട്. ആ വീട്ടിൽ ഒരു ഹാഷ് കളർ റിഡ്സ് ഉണ്ടാവും അടയാളത്തിന്. അതല്ലാന്നാണെങ്കിൽ ഒരു നീല കളർ സ്കൂട്ടി ഉണ്ടാവും. അതായത് കാർ ആരെങ്കിലും കൊണ്ടേക്കണേ സ്കൂട്ടി ഉണ്ടാവും. ഇതിൽ ഏതെങ്കിലും ഒരു വണ്ടിയെ വീട്ടുകാരും കൊണ്ടുപോകലുള്ളൂ. അപ്പൊ ഇതാണ് നമ്മൾക്കുള്ള എന്താ പറയാ, എന്താണ് മാർക്കുകൾ. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇത് ആരും വീട്ടിൽ തന്നെ പോയി കൊടുക്കണം. ആളുടെ പേര് സമ്മത് എന്ന് പറയുന്ന ആൾക്കാണ് നമ്മൾ സാധനം കൊടുക്കണ്ടേ. മനസ്സിലായല്ലേ? ഏതായാലും പോയി നോക്കാം. ഞാൻ ഇത് സംഭവം ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതൊരു അന്വേഷണം കൂടി കൂടിയിട്ടുള്ളതാണ്. അവിടെ പോയി ആളുകൾ അന്വേഷിക്കൊന്നും വേണ്ട, നമ്മൾക്ക്
ഈ സാധനം കയറ്റി വിട്ട ആളുണ്ടല്ലോ, ആള് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ആ ഒരു വീട്ടിലേക്ക് കറക്റ്റ് എത്തിപ്പെടണം എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അതെനിക്ക് സാധിക്കുമെന്ന് അറിയില്ല. ആനവണ്ടി കുറുകെ വന്നാൽ പണി കിട്ടും. ഇവിടുന്ന് ഇതാണ് കുളിക്കാട്ടുപടി. ഇവിടുന്ന് നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് കയറാണ്. ഓക്കെ, ഇനി ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ അവിടെ പോകണം കേട്ടോ. അതായത് ട്രിപ്പ് കയറ്റി തന്ന ആള് പറഞ്ഞ പാടം നമ്മളെത്തി. പാടാണ് ഈ കാണുന്ന 2 സൈഡുള്ള ഈ ഒരു കഴുന്നന്തോപ്പ്, പിന്നെയാണ് പാടം പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു പാടം കഴിഞ്ഞ ഉടനെ ലെഫ്റ്റ് സൈഡില് മതിലൊക്കെ കെട്ടി ഗേറ്റ് ഒക്കെ ഉള്ള വീടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വീടല്ല, ഇതല്ല. അപ്പൊ ഈ പോർച്ചൊക്കെ ഉണ്ടാവുന്ന പറഞ്ഞു. പോർച്ചിൽ റിറ്റ്സ് ആക്കണേ, ഗ്രേ കളർ റിറ്റ്സ് കിടക്കുന്നത്. അപ്പോ മിഷൻ സക്സസ്ഫുൾ അല്ലെ. അടയാളങ്ങളൊക്കെ കൃത്യമായി നമ്മൾ ശ്രദ്ധിച്ചു. ബെല്ലടിച്ചു. ആള് പുറത്തേക്ക് വന്നപ്പോ ഞാൻ ചോദിച്ചു, സമ്മതാക്കാന്റെ വീടല്ലേ? അതെ. അപ്പോ ഇതിങ്ങനെ ഗഫറാക്ക തന്നതാണ് എന്ന് പറഞ്ഞു. ഓക്കെ, ഒരു വാങ്ങി. വാടക നമ്മൾക്ക് അവിടെ നിന്ന് കിട്ടുള്ളൂ, ടൗണിൽ നിന്ന് കിട്ടുള്ളൂ. വാടക കിട്ടിയാൽ മതി. ഏതായാലും ഞാൻ അങ്ങോട്ട് തന്നെ, ടൗണിക്ക് സ്റ്റാൻഡിലേക്ക് തന്നെ. ഇനിയിപ്പോ സമയം 1 മണിയായിട്ടാ, കറക്റ്റ് 1 മണിയാണ്. തിരിയരുത്, 1 മണി നേരമായി. 2 മണി വരെ നമുക്ക് ഓടാം. ഇല്ല കേട്ടോ. ചോർന്നോ? അപ്പം ചോറിന് കജ്ജയ്ക്ക് വരികയാണ്. ഞാൻ തന്നെ ചോറിന് വേണ്ടി വീട്ടിലെത്തിന് ഇപ്പോൾ 2:15 സമയം. ചിക്കൻ മാത്രമേ കിട്ടിയുള്ളൂ. പക്ഷെ അരിയൊന്നും അവിടെ പേടി പറഞ്ഞിട്ടില്ല പാപ്പട്ടിയൊക്കെ. അവിടുന്ന് വാങ്ങിക്കോ. ഓക്കെ, കുറച്ച് നെയ്ച്ചോറക്കാൻ അമ്മയും അതുപോലെ തന്നെ ചിലപ്പോൾ ഒന്ന് കുക്ക് വരും. അങ്ങനെ വരുവാണെങ്കിൽ കുക്കുവിനിപ്പോൾ വലിയ ഇമ്പൊന്നും ഉണ്ടാവില്ല, ഹോട്ടലല്ലേ. നെയ്ച്ചോറ് എന്തായാലും വരുമ്പോൾ നമ്മൾ സന്തോഷം. അങ്ങനെയാണല്ലോ. ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്നത്. എൻ്റെ ഫ്രിഡ്ജിനകത്ത് എന്തൊക്കെ ഉണ്ട്? മുളകുണ്ട്, മുട്ടയുണ്ട്, തൈരുണ്ട്, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്. ഫ്രൂട്ട്സ് ആയിട്ട് ആകെ ഒരു കണ്ടം ഉറുമാമ്പഴമുണ്ട്. അല്ല, ഇതെന്താ? സബർജില് അതുണ്ട്. ഫ്രീസറിനകത്ത് ഒന്നുമില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഫ്രിഡ്ജ് അല്ലേ. ഇതൊക്കെ മീൻകറി ആയില്ലേ? ആയില്ല. ഇതിനെ നൈസായിട്ട് തണുപ്പ് വിളിക്കാം. അവിടെ ഓക്കെ. ഏലക്കറി, ചോറ്, പപ്പടം കഴിക്കുന്നു. 6:30 ആകുമ്പോഴേക്ക് പോകണം. ഇന്ന് നമ്മൾ ഈ ഒരു നേരമായപ്പോഴേക്ക് 480 റുപ്യ കൂടിയാണ്. അപ്പോൾ ഹോട്ടൽ സാധനം വെറുതെ കളയണ്ട അല്ലേ. ഒട്ടും വൈകിയില്ല. പറഞ്ഞതുപോലെ 2:30 ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. 480 എന്നുള്ളത് നമ്മൾക്ക് ഒരു 1000 രൂപേൻ്റെ അടുത്ത് എത്തിക്കാൻ പറ്റുമോ? ചിലപ്പോൾ എത്തിയാലോ. അതവേ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ? മാറിക്കട റോട്ടിന് നമ്മളെ പിള്ളേരാണ്. ചെങ്ങന്മാരിപ്പോൾ ഉള്ളത് അത്താണിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഇതാണ് അത്താണിക്കൽ. ഇതിന് മുമ്പ് നമ്മൾ മഞ്ചേരിക്ക് ട്രിപ്പ് പോയിട്ട് മഞ്ചേരിയിലേക്ക് ട്രിപ്പ് പോയില്ലേ, സനൂബ്രോന്റെ അദ്ദേഹത്തിന്റെ ഒക്കെ നാട്. അതുപോലെ തന്നെ നമ്മുടെ പ്രൈസ് ഉണ്ട്, നമ്മുടെ ഫ്രണ്ട് പ്രൈസ് ഊബർ ടാക്സിയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് പോയ അവന്റെ ഒക്കെ നാടായിട്ടുള്ള അത്താണിക്കൽക്കാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടേക്ക് ഏതാണ്ട് 130 രൂപയാണ് ചാർജ് വരുന്നത്. ആ 130 രൂപ കിട്ടുകയും ചെയ്തു. മഴ ചെറുതായിട്ടൊക്കെ പെയ്യുന്നുണ്ട്. ഇത് ഉച്ചയ്ക്ക് ശേഷം എനിക്ക് കൊണ്ട് കിട്ടിയതിൽ വെച്ച്, ഉച്ചയ്ക്ക് ശേഷം ഇന്ന് കിട്ടിയതിൽ വെച്ച് ഏറ്റവും നല്ല ട്രിപ്പ് ഇതാണോ തോന്നിട്ടേക്ക്. ഒരു 3-4 ലോക്കലൊക്കെ പോയി. ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു 710 രൂപയ്ക്ക്, 710 തന്നെ അല്ലേ, 710 രൂപയ്ക്ക് ഓടി നിൽക്കുവാണ്. അപ്പൊ ഇനി അടുത്തത് എവിടേക്കലേക്ക് കിട്ടുമോ നോക്കി ഇങ്ങനെ വെയിറ്റിങ്ങിലാണ് ഞാൻ. ഇപ്പൊ ഫ്രണ്ടിലാ. അപ്പൊ സമയം 5:10 ആയിട്ടുണ്ട്. 710 ഇപ്പൊ കിട്ടിയത് നാട്ടിലേക്ക് തന്നെ ആയിരുന്നു. ഒരു 40 രൂപയുടെ ട്രിപ്പാണ് കിട്ടിയത്. അങ്ങനെ 750 ആയിട്ടുണ്ട്. എന്താ പറയാ, നാളെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി ഇപ്പൊ മഴ പെയ്ത് കഴിഞ്ഞാൽ ഓവർ വെള്ളമായി കഴിഞ്ഞാൽ പദ്ധതി നടത്തൂല. അല്ലാതാണെങ്കിൽ നടത്തിക്കാറുന്നു. നമുക്ക് മഞ്ഞിൽ കിട്ടിയിട്ടില്ലല്ലോ. പിടിക്കണ്ടേ നമ്മൾ മഞ്ഞിലിനെ പിടിക്കണം. അത് ഈ തോട്ടിലില്ലെങ്കിൽ അത് ഉള്ള തോട്ടിൽ നമ്മൾ പോകും, അല്ലെങ്കിൽ ഉള്ള പുഴയിൽ നമ്മൾ പോയിട്ട് പിടിക്കും. ഇവിടെ ഉണ്ടാവും, പക്ഷെങ്കിൽ ഇവിടെ ഇങ്ങനെ വളരെ കുറച്ചേ ഉള്ളൂ ഉണ്ടാവുക. ഇപ്രാവശ്യം ആർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അല്ല, ഒരാൾക്ക് കിട്ടിയാണ്, ഒറ്റ ഒന്ന്, അത് ചെറുത്. ഇതാക്കണം നമ്മുടെ ധനേഷ് ചേട്ടൻ എത്തിയിട്ടുണ്ട്. ധനേഷ് ചേട്ടൻ കൂടെ ആടും പറയാത്തൊരു സംഭവം നടന്നിക്കണ്. അതെന്താ ധനേഷ് ചേട്ടാ? അതെന്താ? വേറെ നല്ല ആൾക്ക് ജോലി ചെയ്യുന്നു.
അല്ലേ? അതെ, ഒരു താൽക്കാലിക ജോലി. താൽക്കാലിക ജോലി. അത് സ്ഥിരമാവട്ടെ. സ്ഥിരമാവട്ടെ. അവിടെ എന്തൊക്കെ വർത്താനം സുഖല്ലേ? അങ്ങനെ പോകും. തീരെ കാണാൻ കിട്ടുന്നില്ല. ജോലിയാകുമ്പോ അതിന്റെ ഓരോ തിരക്കില്. അതിന്റേതായ ഉത്തരവാദിത്തം ഉണ്ടാവും അല്ലേ? അതെ. വെള്ളം വിടേണ്ട ആളാണ്. ഇപ്പൊ ഫുള്ള് വെള്ളം വിടലാണ്. വണ്ടി അടിക്കണേലും വെള്ളം വെള്ളം അടിക്കലും വെള്ളം വിടലാണ് ഇപ്പോ. വാട്ടർ അതോറിറ്റിയിലാട്ടോ ജോലി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ നമുക്ക് പോണ്ടേ ഒരു അമ്പലത്തേക്ക് പോണ്ടേ? മരാട്ടുമന ഇട്ടാലോ? ഫ്രീ ആകുമ്പോ പറയും. സമയം 7 മണിക്ക് 6 മിനിറ്റ്. ഇപ്പോൾ നമ്മൾ ഓടി നിൽക്കുന്നത് 940 രൂപയ്ക്കാണ്. അതായത് ഒരു 1-2 ട്രിപ്പൊക്കെ പോയി ഇപ്പൊ ഈ പോയി വരുന്ന ട്രിപ്പ് എന്ന് പറയുന്നത് ഇതൊരു 70 രൂപ പോയിന്റ് കയറണം. പക്ഷെ പുള്ളി വരുന്ന വയലിൽ സൂപ്പർ മാർക്കറ്റിൽ കയറിയാറ്. പക്ഷെ ഞാനത് വെയിറ്റിംഗ് ചാർജ് മേടിക്കണം കരുതിയല്ല. പക്ഷെ പുള്ളി തന്നെ തന്നു 10 രൂപ. പുള്ളി തന്നെ വെയിറ്റിംഗ് ചാർജ് വെച്ചോന്ന് പറഞ്ഞു തന്നു. അങ്ങനെ അത് 80. അങ്ങനെ ഞാൻ ആ 80 റുപ്യന്റെ ട്രിപ്പ് ഇങ്ങനെ വാണിയമ്പലം ടൗണിലെത്തിയിട്ടുണ്ട്. വാണിയമ്പലത്ത് ഒരു ഓഡിറ്റോറിയം ഉണ്ട്. ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിലേക്കായിരുന്നു ഞാൻ പോയിരുന്നത്. ഞാൻ ഒരു ഓട്ടം നിർത്തി. ഞാൻ പാലത്തെങ്കലാണ്. അപ്പോൾ ചെക്കന്മാരൊക്കെ അവിടെ ചൂണ്ടുന്നുണ്ട്. ഞാൻ ഓരോരുത്തർ കുറച്ച് നേരം നിൽക്കട്ടെ. അപ്പോൾ കുക്കു വരുന്നുണ്ട്, വീട്ടിലേക്ക് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അവനൊന്ന് കാണും ചെയ്യാം. അതുകൊണ്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ആക്കണം. അവിടെ എത്തിയിട്ട് വൈൻഡപ്പ് ആക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അവന് ഇവിടേക്ക് വരിക, പാലത്തേക്ക് വരിക. 9-9:30 ആവും. അപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 8 ആയിട്ടുള്ളൂ. ഒരുപാട് സമയമുണ്ട്. തോട്ടിലൊക്കെ നല്ല വെള്ളപ്പാകട്ടോ. എന്തായാലും അവൻ വരട്ടെ. ഇന്ന് നമ്മൾ ഓടിയിട്ടുള്ളത് 1060 റുപ്യ കേട്ടോ. 6 കിട്ടി. ചങ്ങന്മാരെ, ഈ ഇരിക്കണ ആള് ഇതാക്കണ നമ്മളെ കഥാനായകൻ കുക്കു. കുക്കു മറ്റേ എവിടെയെന്ന് ഇപ്പൊ UK-ലോ? UK തന്നെയാടാ സത്യമായിട്ട്. ഒരു UK-ലായ മാതിരിയാണല്ലേ? എപ്പോഴെങ്കിലും വരും, തലട്ടും എത്തുമ്പോ തന്നെ ഈ സമയം 10-11. ഇപ്പൊ തന്നെ ഓനെ അവിടെ വെയിറ്റ് ചെയ്ത് 9:41 ആയിട്ടുണ്ട്. വണ്ടി ഇട്ടുണ്ട്. ഒരു അർജന്റ് എവിടേക്ക് കേസ് ഉണ്ടെങ്കിൽ വണ്ടി ഇട്ടിട്ടുണ്ട്. രാവിലെ വേണമെങ്കിൽ വിളിച്ചോട്ടോ. രാവിലെ ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലെ അവിടെ അല്ല ഇത് നേരത്തെ പോകില്ല. എപ്പോഴും പോവാം. ഈ മഴയത്തൊക്കെ നേരത്തെ നീക്കി കയറാനുള്ള ടാസ്ക് ആണ്. അല്ല അതൊക്കെ ശീലമായിരിക്കും. എനിക്ക് ശീലല്ലേ? ഇങ്ങോട്ടൊക്കെ വരുമ്പോ 5 അവിടെ തന്നെ നിൽക്കല. അപ്പോൾ അവിടെ സുഖമാണ്. മറ്റോ കോലി നടക്കൂല. ഇപ്പൊ തന്നെ ഉണ്ടായിരുന്നു കടന്നു സമയമായി. അല്ല ഇവിടേക്ക് അപ്പോൾ വീട്ടിലേക്ക് നടുവത്ത് പോക്കില്ലേ? എൻ്റെ വീട്ടിക്ക് 2 ദിവസമായി പോയി. അതിനെ അമ്മ പറഞ്ഞല്ലേ? ഓ 4 ദിവസം കൂടുമ്പോൾ 5 ദിവസം കൂടുമ്പോഴൊക്കെ വരുള്ളൂ. അതല്ലേ മറ്റേ 50 റുപ്യ 20 റുപ്യ അങ്ങോട്ട് കണക്ക് കൂട്ടുമ്പോ ഇനിയിപ്പോ ഞാൻ പോകുന്നത് അതും ലാഭിക്കാം. ശരിയാണ്. യാത്രാ ചെലവ്. KSRTC 28 റുപ്യ. KSRTC 28 റുപ്യ. എവിടുന്ന്? വണ്ടൂർ നടുവത്തേക്കോ? 28 റുപ്യ വണ്ടൂർ നടുവത്തേക്ക്? ഒരു സൈഡ് പോരാന് 15 പഴയ റേറ്റ് കഴിച്ചു മേടിക്കും. തോന്നിയല്ല മുഖം നോക്കിയാൽ പൈസ എടുക്കാറില്ലേ? ഇപ്പൊ എന്താ എനിക്ക് പെട്ടെന്ന് തിരക്കായത്? ഒരു കാക്കല്ല പറഞ്ഞല്ലോ. ചായ അടിക്കാൻ ഞാൻ കഴിഞ്ഞിട്ട് കണ്ട്. അയാളില്ലാത്തോണ്ടാണ് ഇപ്പൊ ലോക്കായത്. ഇല്ലെങ്കിൽ ഇടയ്ക്ക് ലീവ് കിട്ടിയില്ലേ? ഏതായാലും ചെക്കനെ കണ്ടില്ല നിങ്ങള്? ഓണത്തിന് നോക്കാം. ഞാൻ അടുത്ത വരെ ഇപ്പോൾ ഓണത്തിന് കയറി. പിന്നെ ഓൻ്റെ അമ്മയുണ്ട് അവിടെ. ഞങ്ങളിന്ന് പറഞ്ഞ അമ്മ ഇന്നലെ പോണം കരുതിയാണ്. ഉറപ്പല്ലേ? പിന്നെ രാവിലെ പറയണ എന്നോട് അമ്മ അല്ലേ മാണ്ട ഇനി നാളെ പോവാം. ഇനി നീളൂല. അതായത് നാളെ പോകണ്ടാവും. 2 ദിവസം. 2 ദിവസം അതൊക്കെ തന്നെ ആയിരുന്നു രസം. പിന്നെ ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞപ്പോൾ ഇഞ്ചി എന്നിട്ട് പ്രസവമൊക്കെ എടുക്കാറായില്ലേ? അതിട്ടൊക്കെ 5-8 മാസമായി. അങ്ങനെയൊക്കെ. എന്നാൽ പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ പുതിയൊരു വീഡിയോ തുടങ്ങാം. അതിലും പറ്റുകയാണെങ്കിൽ അവനെ ഉൾപ്പെടുത്താം. ഞാൻ നീച്ചാണെങ്കിൽ ഓനെ ആന കൊണ്ടാക്കണമെങ്കിൽ ഉണ്ടാവും. ഞാൻ നീച്ചു വെച്ചാൽ അറിയില്ല. തോന്നില്ല. ഞാൻ നീച്ചപ്പോൾ അവിടെ ഓനെ വിളിക്കുന്ന ഓൻ പോകും. അപ്പം അങ്ങനെ സംഭവമുണ്ട്. ഏതായാലും അതൊരു സുഖമുള്ള ഉറക്കാണല്ലേ? കുടിച്ചാൽ കിട്ടൂല. അത് അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം. അതാണ് കഷ്ടം. നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് ഇജിപ്പോൾ നേരത്തെ നീക്കണ്ടല്ലോ, അതുകൊണ്ട് വലിയ വിഷയമല്ല. അല്ലാന്നാണെങ്കിൽ ഒരു പ്രശ്നമല്ലെങ്കിൽ നമ്മൾ 9-10 മണിക്കാവും നീക്കാൻ. ഞാനിപ്പോൾ അങ്ങനെയൊക്കെ ആയി. എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ അല്ലേ? പണിയിലൊക്കെ സെറ്റാണ് അല്ലേ? എന്നേലൊക്കെ പണ്ടത്തെ പോലെ ഒരു യാത്രയൊക്കെ പോകുമ്പോഴൊക്കെ പറ്റുകയാണെങ്കിലും ഇപ്പം പോരും. പറ്റുന്ന സാഹചര്യം ആട്ടെ അല്ലേ? എന്നാൽ പിന്നെ ഓക്കെ, ബൈ.